സർക്കാരും പോലീസും അതിക്രമം കാണിക്കുന്നവർക്കെതിരെ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ കോടതിയെയും മറ്റും ഏജൻസികളെയും സമീപിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സോലോജിക്കിനെതിരായ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണത്തിൽ പ്രതികരിക്കുകയായിരുന്നു വി.ഡി. സതീശൻ. അന്വേഷണത്തിന്റെ അവസാനം എന്ത് സംഭവിക്കുമെന്ന് വ്യക്തമല്ല. പല അന്വേഷണവും അവസാനം ഒന്നുമല്ലാതായിട്ടുണ്ട്. കരിവന്നൂരിലെ അന്വേഷണം എന്തായി? കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവന്ന അന്വേഷണം തുടങ്ങിയ ശേഷം പാർലമെന്റ് ഇലക്ഷന് മുന്നോടിയായി അവിഹിത ബന്ധമുണ്ടാക്കുവാനുള്ള ശ്രമമാണോ എന്ന് സംശയിക്കുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ നടന്നത് ക്രൂരമായ മർദ്ദനമാണ്. ഇത് ചരിത്രത്തിൽ ഇല്ലാത്ത മർദ്ദനമാണ്. കഴുത്തിന് പിടിച്ചും കണ്ണിന് ലാത്തിവെച്ച് കുത്തിയുമാണ് പ്രവർത്തകരെ പിടിച്ചുകൊണ്ടുപോയത്. പെൺകുട്ടികൾക്ക് പോലും മർദ്ദനമേൽക്കുന്ന സ്ഥിതിയുണ്ടായി. ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് തന്നെ പോകും. DGPക്ക് നട്ടലില്ല. അതിക്രമം കാണിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പേരുകൾ പുറത്തുവിടും. ഇനിയും പ്രവർത്തകർക്ക് നേരെ അതിക്രമം ആവർത്തിച്ചാൽ ഇങ്ങനെ നേരിട്ടാൽ മതിയോ എന്ന് ആലോചിക്കും. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞു. അയോധ്യ വിഷയത്തിൽ ലീഗും സമസ്തയും എടുത്തത് കൃത്യമായ നിലപാടാണ്.